ഹായ് ഗേസ്, നാളെ തൊട്ട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെ മലയാളം കേരള പടവലി ആയതുകൊണ്ട് തന്നെ ഭാഗ്യം കേട്ടോ. അപ്പം നമ്മൾ രാത്രി തന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് നായക്കുട്ടീനെയും കളിപ്പിച്ചിരുന്നു. ലേക്ക് അപ്പം നല്ല വികൃതിയാണ് ഗേസ്, നല്ല രസമാണ് അതിയുടെ കൂടെ ഇരിക്കുമ്പോൾ. സമയം പോണതേ അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്മേനോട് സംസാരിച്ചിരുന്നു, നാളത്തെ പരീക്ഷേനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ മേലോട്ട് നോക്കിക്കേണ്ടിയിരുന്നൊക്കെ. എന്തായാലും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും വായിച്ചിട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, മലയാളം കേരള പടവലിയാണല്ലോ, എഴുതി കൂട്ടാനായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ പിറ്റേന്ന് അമ്മ മുടിയൊക്കെ പിരിച്ചിട്ടാന്ന് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പരീക്ഷ ഉണ്ടായിരുന്നത്. അതാണ് ഭയങ്കര കഷ്ടം, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചൂട് എൻ്റെ പൊന്നെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അമ്മമ്മേൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണ്ടേ. അങ്ങനെ അവിടുന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സിപ്പപ്പ് മേടിച്ചു. അതൊന്നും എനിക്ക് വന്ന എൻ്റെ അമ്മയ്ക്ക് വേണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചൂടത്തൊക്കെ സിപ്പപ്പൊക്കെ അലിഞ്ഞു പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇഫ്താർ പരിപാടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് അലീനേനെ കൂട്ടാനായിരുന്നു കേട്ടോ. അവളെ ഞാൻ കോഡാന്ന് വിചാരിക്കേണ്ട, ഇട്ട് വന്നപ്പോൾ അങ്ങനെ ആയി പോയതാണ് കേട്ടോ. പക്ഷേ അതൊരു വെറൈറ്റി ആയി വന്നു, അതാണ് വേറെ കാര്യം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ശ്രീനന്ദനെ പിക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് കേട്ടോ. ബൈ.